ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞാൻ സ്നേഹ. എൻ്റെ ചാനൽ നെയിം മോംസ് ഇന്ത്യൻ റെസിപ്പീസ് കുക്കിങ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോഴേ ഇവിടെ ഡിന്നർ ടൈമാണ്. കുഞ്ഞിന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്കിന് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെ കളിക്കുന്ന ഇതിനകത്ത് ഞാൻ തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുവാണ്. അപ്പം നമ്മളുടെ ഈ ചെറിയ അൽവിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ ആ ടേബിളിൽ കയറി ഇരുന്നോളും. എന്നിട്ട് അങ്ങനെ കളിക്കുവായിനി ഇപ്പം ഇവിടെ ഇരുന്ന് അവൻ്റെ ഭക്ഷണത്തിനകത്തോട്ട് കൈയിടും. അവനെ കാണിക്കത്തില്ല. പിന്നെ അൽവിന് മൊബൈലില്ലാതെ അവൻ്റെ വായിക്കകത്ത് പോകത്തുമില്ല. അപ്പം അവൻ അങ്ങനെ മൊബൈലും കണ്ടോണ്ടായി ചോറുണ്ടെന്ന്. അപ്പം അവനും മറ്റേ ചെറുതും കയറി ഇരുന്നോളും ടേബിളിൻ്റെ പുറത്തോട്ട്. അങ്ങനെ പിന്നെ ഇന്ന് കളിക്കുമായിരുന്നു ഇങ്ങനെ. അപ്പോൾ ഇവൻ കഴിക്കുന്ന നേരത്ത് നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നത് കാണാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് വാക്കിന് ഞങ്ങൾ പോകുന്നുണ്ട്. വെളി മോസ്കിൻ്റെ അടുത്ത്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മോസ്ക് ഉണ്ട്. അവിടെ നടക്കാൻ പോകുന്നത് വ്ളോഗായിട്ട് കാണിച്ചു തരാവേ. ഇപ്പം ഞാനിവിടെ ഫിഷ് പീസസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ടു, ഉപ്പിട്ടു. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവ് വേണമെങ്കിൽ ഇച്ചിരി ഏറെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പെപ്പറും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി സ്പൈസി ടേസ്റ്റ് കിട്ടും ഫിഷ് ഫ്രൈക്ക് വേണ്ടി. ഇത് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വൈകിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ കയറ്റി വെക്കും. പിന്നെ ഉച്ചക്കത്തേന് അടുത്ത ദിവസം ഉച്ചക്കത്തേന് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇപ്പം ഹസ്ബൻഡാണ് ചെയ്തത്. ഹസ്ബൻഡ് മാരിനേറ്റ് ചെയ്ത് തന്നു. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് ഇനി അടുത്ത ദിവസം ഞങ്ങളത് ഫ്രൈ ചെയ്തെടുക്കുവേ. പക്ഷേ അതൊന്നും വീഡിയോസൊന്നും കാണിക്കാനുള്ള നേരം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫിഷ് മാരിനേഷൻ ചെയ്തത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ ഇവരുടെ കുസൃതി പണിയൊക്കെ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിപ്പോൾ ഇവർ ഒരുക്കാനുള്ള ധൃതിയിലാണ് പോയത്. അപ്പോൾ അവർ രണ്ടുപേരും നിലത്തോട്ടന്ന് കടന്ന് കളിച്ചോളുക. ഞങ്ങൾക്ക് വാക്കിങ്ങിന് പോകുന്ന സമയമായപ്പോഴത്തേക്കിന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഭയങ്കര സ്നേഹവുമാണ്, ഭയങ്കര ബഹളവുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കുത്താൻ നടക്കും. ഇവരുടെ കളി കാണാനൊരു നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്സ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം പോകാനുള്ള റെഡി ആകട്ടെ. അങ്ങനെ ഞങ്ങളിപ്പം വാക്കിങ്ങിന് വേണ്ടി പോകാൻ റെഡി ആയിട്ടുണ്ട്. അവൻ്റെ സൈക്കിളും എടുത്തു. പിന്നെ എഡ്വിൻ ഇങ്ങനെ നോക്കിയിരിക്കുക. എഡ്വിൻ എന്നതാ സൈക്കിളിന് വേണ്ടിയെന്ന് നോക്കിയിരിക്കുക. അപ്പോൾ അവൻ്റെ സൈക്കിളാണ് സ്ട്രോളർ. അപ്പം ഞങ്ങൾ കാറിനകത്താണ് സ്ട്രോളർ വെക്കുന്നത്. വെളിയിലൊക്കെ പോകുമ്പം സ്ട്രോളർ എടുത്ത് പാർക്കിലൊക്കെ പോകാമല്ലോ. അതുകൊണ്ട് സ്ട്രോളർ എടുക്കാൻ വേണ്ടി പപ്പായോട് പോയി പറയാൻ പോയതാണ് എഡ്വിൻ. പിന്നെ ഇതാണ് ഞാൻ കാണിക്കുന്ന മോസ്ക്. ഈ മോസ്കിൻ വലിയൊരു മോസ്കാണ്. ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ അപ്പുറത്തൊരു മോസ്ക് ഉണ്ട്. അപ്പം UAE ആയതുകൊണ്ട് മിക്ക സ്ഥലത്തും മോസ്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം അവൻ്റെ സ്ട്രോളറും എടുത്തുകൊണ്ട് വന്നു. ഇനി ഞങ്ങൾക്ക് അവൻ്റെ സ്ട്രോളർ ഉന്തിക്കൊണ്ട് നടക്കുക. ഞങ്ങൾക്ക് അവനെ കയറ്റി ഇരുത്താനുള്ള ധൃതിയില്ല. അപ്പം അവൻ ആ സ്ട്രോളറും എടുത്തുകൊണ്ട് ഉന്തുക. സൈക്കിൾ മറ്റവൻ ഓടിക്കുന്നതുകൊണ്ട് അവൻ്റെ സ്ട്രോളർ സൈക്കിളാണെന്ന് പറഞ്ഞായി ഓടിക്കുന്നത്. കൊണ്ടുപോകുന്നത് കാറ്റുമൊക്കെ അടിപ്പിക്കാതെ തൊപ്പിയൊക്കെ വെപ്പിച്ചാ രണ്ടുപേരെയും വെളിയിൽ കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഇപ്പം നമ്മൾ എഡ്വിനെ പിടിച്ച് ഇരുത്തി സ്ട്രോളറിനകത്ത്. പിന്നെ ബെൽറ്റ് ഇടിപ്പിക്കണം സ്ട്രോളറെ ഇരുത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ വാക്കിംഗ് സമയത്ത് അവൻ ഒറ്റ ചാട്ടം ചാടും. അതുകൊണ്ട് പിന്നെ ബെൽറ്റൊക്കെ ഇടിപ്പിച്ച് ഇരുത്തി ഫിറ്റാക്കി ഇനി ഞങ്ങൾ നടക്കാൻ പോവാം. മോസ്കിൻ്റെ ചുറ്റും നടക്കും ഞങ്ങൾ. മോസ്കിൻ്റെ റൗണ്ട് 3-4 വട്ടം ഒന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ഒരു വലിയ മോസ്കാണ്. അപ്പം അത്രയും വാക്കിംഗ് മതി വൈകിട്ടത്തെ ഒരു ഈവനിങ് വാക്കിന് വേണ്ടി. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു സർക്കിളായിട്ട് ഇങ്ങനെ അടിക്കും ഞങ്ങൾ ഈവനിങ് വാക്കായിട്ട്. എന്നിട്ട് വീട്ടിൽ കയറി പിന്നെ വൈകിട്ടത്തെ ഡിന്നറൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. ഇനി രാവിലെ ആയപ്പോഴത്തേക്കിന് ജസ്റ്റ് ഒരു ചെറിയ ഷോട്ടും കൂടെ എടുത്തിട്ട് ഞാൻ വ്ളോഗ് അവസാനിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ കൂട്ടുകാർ ഇത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ. നമുക്കിനി ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും. നമ്മളുടെ എഡ്വിൻ്റെയും അൽവിൻ്റെയും ഒക്കെ കുസൃതി പണികളൊക്കെ ഞാൻ ഈ വീഡിയോസിനകത്ത് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഇത് രാവിലെയായി. അപ്പോൾ രാവിലത്തെ വെളിയിലത്തെ എൻ്റെ ചെറിയൊരു ഗാർഡനാണ്. ഞാൻ ഈ ഗാർഡൻ്റെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാം സമയം കിട്ടുമ്പം. ഇപ്പം രാവിലെ ആകുമ്പോൾ അവൻ്റെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് രാത്രിക്ക് മോസ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരിക്കും നല്ലോണം. അപ്പം രാവിലെ ആയപ്പോഴത്തേക്കിന് ഞാൻ ആ മോസ്ക് നമ്മളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് നിർത്താൻ പോവാണ്. അപ്പോൾ ഇതാ ഞങ്ങളുടെ വീടിൻ്റെ ഔട്ട്സൈഡായിട്ട് കാണുന്നത്. ഇപ്പം നല്ല ഒരു കാലാവസ്ഥയാണ്. 6 മണി രാവിലത്തെ കാലാവസ്ഥയാണ്. അപ്പം സ്കൈ ഒക്കെ നല്ല ബ്ലൂയിഷാണ്, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആണ്ട് ഞങ്ങളുടെ വെളിയിൽ പോയിട്ടൊരു മോസ്കും കൂടെ കാണിച്ചു തരാവേ. ഇതാ ഞങ്ങളുടെ അകത്ത്, വില്ലയുടെ അകത്തുള്ള ഭാഗം. ഇത് ഞങ്ങളുടെ പുറത്ത് ഞങ്ങളുടെ കാറ് കിടക്കുന്നു, കാർ പാർക്കിങ്ങിനകത്ത്. പിന്നെ വെളിയിൽ കൂടെ പോകുമ്പോൾ ആണ്ട് അപ്പുറത്തൊരു മോസ്ക് കാണാം. അവിടെയാണ് ഞങ്ങൾ വാക്കിങ്ങിന് ഈവനിങ് വാക്കായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ വ്ളോഗ് എൻഡാക്കാൻ പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.